എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യ ദിനാശംസകൾ. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അബേഷ് രഘുവരൻ. പ്രധാന വാർത്തകൾ. പെറ്റമ്മയും പിറന്ന നാടും ജീവനേക്കാൾ വിലപിടിപ്പുള്ള സ്വത്തുക്കൾ. ഭാരതത്തിന്റെ 68ാം സ്വാതന്ത്ര്യ ദിനത്തിൽ രാജ്യത്തിനായി ജീവനും ചോരയും നൽകിയ രക്തസാക്ഷികൾക്ക് KCVയുടെ ഓർമ്മച്ചിട്ടുകൾ. സ്വാതന്ത്ര്യ ദിനത്തിലും അധികാരികളുടെ തലതിരിഞ്ഞ ഉദാസീനതയിൽ പ്രതിഷേധിച്ച് പിക്കറ്റും ധർണയും. കളി രാഷ്ട്രപിതാവിനോടാണെങ്കിൽ ശിക്ഷ ചാട്ടവാറിനടിയോ അതിനപ്പുറമോ? ഒരു പുരുഷായുസ് മുഴുവൻ രാഷ്ട്രത്തിനായി സമർപ്പിച്ച രാഷ്ട്രപിതാവിനെ അധിക്ഷേപിച്ചവർക്ക് മാപ്പില്ലെന്ന് അഡ്വക്കേറ്റ് അനിൽ ബോസ്. വാർത്തകൾ വിശദമായി. സ്വതന്ത്ര ഇന്ത്യയിൽ ജനിച്ചു വളരുവാൻ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ. സ്വാതന്ത്ര്യത്തിന്റെ വിലയറിയുകയും അത് ജാഗ്രതയോടെ കാത്തു സൂക്ഷിക്കണമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ആലപ്പുഴയിൽ വിവിധ സേനാംഗങ്ങളുടെ അഭിവാദ്യം ഏറ്റുവാങ്ങിയതിനു ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ സ്വാതന്ത്ര്യം ജീവനും ജീവിതവും നൽകി മഹാത്മാഗാന്ധി നേടിത്തന്നതാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. വിവിധ സായുധ സേനകളുടെയും എക്സൈസ്, ഫയർഫോഴ്സ്, സ്റ്റുഡൻസ് പോലീസ്, സ്കൌട്ട് ആൻഡ് ഗൈഡ്സ്, NCC തുടങ്ങിയ വിവിധ സേനാ വിഭാഗങ്ങളും പരേഡിൽ അണിനിരന്നു. നമ്മുടെ ജനത നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ നിസാരവൽക്കരിക്കാൻ നമുക്ക് സാധ്യമല്ല. രാജ്യമെന്ന് വലിയ നേട്ടം കൈവരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സംരക്ഷിക്കാനും രാജ്യത്തിന്റെ മതേതരത്വത്തിന് പോറലേൽപ്പിക്കാതെ കാത്തു സൂക്ഷിക്കാനുമുള്ള ഉത്തരവാദിത്തമാണ് ഓരോ പൗരനും ഇന്നുള്ളത്. വിശാലമായ ഈ മഹാരാജ്യത്തെ ഒരുമിപ്പിച്ച് നിർത്താനും രാജ്യത്തെ ജനങ്ങളെ ഒറ്റക്കെട്ടായി മുന്നോട്ട് നയിക്കാനും നമ്മുടെ രാഷ്ട്രത്തിന് കഴിയും. ആ കഴിവാണ് നമ്മുടെ രാജ്യത്തെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുവാനും ജനങ്ങളുടെ അധികാരത്തെ ഉയർത്തിപ്പിടിക്കാനും ഈ സ്വാതന്ത്ര്യവേളയിൽ നമുക്ക് സാധിക്കണം. ജി സുധാകരൻ MLA, ജില്ലാ കളക്ടർ N പത്മകുമാർ എന്നിവർ പങ്കെടുത്തു. ചങ്ങനാശ്ശേരി SH നഗർ റെസിഡൻസ് വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനമായ വെള്ളിയാഴ്ച ബൈപ്പാസ് റോഡിൽ SH ജംഗ്ഷന് സമീപം പിക്കറ്റിംഗും ധർണയും സംഘടിപ്പിച്ചു. SH ജംഗ്ഷൻ വികസനത്തിന് ആവശ്യമായ സ്ഥലം പരിസരവാസികൾ നൽകുകയും വികസന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഫണ്ട് MLAയുടെ നേതൃത്വത്തിൽ ലഭ്യമാക്കിയിട്ടും വികസന പ്രവർത്തനങ്ങൾ നടത്താൻ PWD അധികാരികൾ തയ്യാറാകാത്തതുമൂലം ദിനംപ്രതി അപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചത്. KBC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PS രഘുറാം ധർണ ഉദ്ഘാടനം ചെയ്തു. വെൽഫെയർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ ആനന്ദക്കുട്ടൻ, മറ്റപ്പള്ളി ശിവശങ്കരപിള്ള, സുകുമാരൻ നായർ, ജോൺസൺ എബ്രഹാം തുടങ്ങിയവർ പങ്കെടുത്തു. 30 വർഷങ്ങൾക്ക് മുമ്പ് ചങ്ങനാശ്ശേരി ജനതയിലെ വളരെ ആശയോടുകൂടിയും ആഗ്രഹത്തോടുകൂടിയും ഉണ്ടാക്കിയെടുത്ത ഒരു സ്വപ്നമായിരുന്നു ബൈപ്പാസ് എന്നുള്ളത്. 30 വർഷക്കാലം കൊണ്ടാണെങ്കിൽ പോലും ആ ബൈപ്പാസ് നിർമ്മാണം പൂർത്തീകരിച്ചു എന്നുള്ളത് നമുക്കെല്ലാവർക്കും സന്തോഷം നൽകുന്ന കാര്യമാണ്. എന്നിരുന്നാൽ പോലും ഏകദേശം 5-8 മാസങ്ങൾക്ക് മുമ്പ് ബൈപ്പാസിന്റെ പണി ത്വരിതപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വളരെ മന്ദഗതിയിൽ നടന്നിരുന്ന അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അന്നും റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ മുൻകൈയെടുത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഗാന്ധി സ്മൃതി ദിനത്തില് ഈ പണി വേഗത്തിലാക്കുന്നതിന് വേണ്ടിയിട്ട് നാം ഒരു മൗന ജാഥ നടത്തുകയും അതിന്റെ ഫലമായിട്ട് അധികാരികൾ വളരെ വേഗം അതിന്റെ പണി പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിനേക്കാൾ മാരകമായിട്ടുള്ള തരത്തിലാണ് ഇന്ന് ഈ പ്രദേശത്ത് അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മഹാത്മാഗാന്ധിയെ വർഗീയവാദി എന്ന് ചിത്രീകരിച്ച് വാർത്തകൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന അരുന്ധതി റോയ്മാരെ ചാട്ടവാറിനടിക്കണമെന്ന് അഡ്വക്കേറ്റ് അനിൽ ബോസ്. മാമ്പഴക്കരി ഹാത്തുണ ഫൗണ്ടേഷന്റെ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരേ സമയം 2 രാഷ്ട്രങ്ങളുടെ പിതാവാകാൻ സൗഭാഗ്യം ലഭിച്ച ആളാണ് മഹാത്മാഗാന്ധി. രാഷ്ട്രത്തിന്റെ പേരിൽ അഭിമാനം കൊള്ളുന്ന നമുക്ക് രാഷ്ട്രപിതാവിനെ കുറിച്ച് പൂർണ്ണമായി പഠിക്കുവാൻ സാധിച്ചിട്ടില്ലെന്നും അനിൽ ബോസ് പറഞ്ഞു. നമ്മുടെ കോട്ടയംകാരി ഉണ്ടല്ലോ അരുന്ധതി റോയ്,
വിളിച്ച് വന്ന അവസാനം ഗാന്ധിജിയെ കയറി ഇപ്പൊ അനന്തയോ വിളിച്ചിരിക്കുക. ആലോചിച്ച് നോക്കിയേ, മഹാത്മാഗാന്ധിയെ കുറിച്ച് ലോകം പഠിക്കാൻ ശ്രമിക്കുമ്പോൾ, മഹാത്മാഗാന്ധിയെ കുറിച്ച് ഇന്ത്യയിലുള്ള ഒരു തലമുറ ആവേശത്തോടുകൂടി പഠിച്ചിരുന്ന ഒരു സംസ്കാരം നിലനിൽക്കുമ്പോൾ, ആ ഗാന്ധിജിയെ വർഗീയവാദിയായി ചിത്രീകരിക്കാൻ ഇന്ത്യയിൽ പിറന്ന ഒരാൾ കേവലം വാർത്തകൾക്ക് വേണ്ടി പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിനെതിരെ ജാഗ്രതയോടുകൂടി പ്രതികരിക്കാൻ തെരഞ്ഞെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് ഈ സ്വാതന്ത്ര്യദിനാഘോഷ ദിവസം എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. നിസ്സാര കാര്യമല്ല. അപ്പൊ സ്വാഭാവികമായും സമൂഹത്തിൽ ഒരാളെ അംഗീകരിക്കപ്പെടുമ്പോൾ നമ്മളാരും അവരെ മോശമായി കാണുന്നില്ല. പക്ഷേ ഒരു ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഗാന്ധിജിയെ തെറിവിളിക്കുന്നയാൾ എന്നാണോ? അല്ലെങ്കിൽ ഒരു വനിതാ പ്രവർത്തക എന്ന് പറഞ്ഞാൽ വാർത്ത കിട്ടാൻ വേണ്ടി സമൂഹത്തിൽ ദൈവത്തെ തുല്യമായി നമ്മൾ ആദരിക്കുന്നവരെ അപകീർത്തിപ്പെടുത്തുന്നതാണോ? സെക്രട്ടറി ജനറൽ കമാൻഡർ ഏലിയാസ് അധ്യക്ഷനായി. അഡ്വക്കേറ്റ് അജേഷ് കുമാർ, MK ഷംസുദൻ, മഞ്ജു, ദിവ്യ, പൊന്നമ്പിളി, ജയപ്രകാശ്, അജി തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടനാടിന്റെ ഇന്നലകളിലേക്ക് KCV ന്യൂസ് അന്വേഷണം ഇന്ന് ആരംഭിക്കുന്നു. വളരെ പുരാതന കാലത്ത് 3 വർഷത്തിൽ ഒരിക്കലായിരുന്നു കുട്ടനാട്ടിൽ നെൽകൃഷി. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ കൃഷി 2 വർഷത്തിൽ ഒരിക്കലായി. പഴനില കൃഷി എന്ന പേരിൽ തന്നെ കൃഷിയുടെ സ്വഭാവമുണ്ട്. 1940കളോടെ എല്ലാ വർഷവും കൃഷി എന്ന നില വന്നു. 1960കളിൽ മറ്റൊരു കൃഷി കൂടി ആരംഭിച്ചു. മെയ് ജൂൺ മാസത്തിൽ വിതച്ച് ആഗസ്റ്റ് സെപ്റ്റംബറിൽ കൊയ്യുന്ന വിരിപ്പ് കൃഷി. പുതിയതായി തുടങ്ങിയ കൃഷിയെ കുട്ടനാട്ടുകാർ രണ്ടാം കൃഷി എന്ന് വിളിച്ചു. സംഘടിതമായ ആദ്യത്തെ രണ്ടാം കൃഷി 1966ലായിരുന്നു. 1955ൽ തോട്ടപ്പള്ളി സ്പിൽവേ പൂർത്തിയായ ശേഷമുള്ള തയ്യാറെടുപ്പുകളാണ് 66ലെ കാർഷിക വിപ്ലവത്തിന് കാരണമായത്. മ്യാൻമാറിൽ നിന്നുള്ള അരിയാണ് ആ കാലത്ത് ഇന്ത്യയിലെ നല്ല ശതമാനം ആളുകളുടെയും വിശപ്പടക്കിയിരുന്നത്. എന്നാൽ 2ാം ലോക മഹായുദ്ധകാലത്ത് ഈ അരി നമുക്ക് കിട്ടാതെയായി. സ്വന്തമായി ഭക്ഷ്യധാന്യം ഉൽപ്പാദിപ്പിക്കാതെ ഇന്ത്യക്ക് നിലനിൽപ്പില്ല എന്ന അവസ്ഥ വന്നു. നാടിനെ ഭക്ഷ്യസ്വയം പര്യാപ്തതയിലേക്ക് നയിക്കാൻ തിരുവിതാംകൂർ ദിവാനായിരുന്ന CP രാമസ്വാമി അയ്യർ ആയുധമാക്കിയത് കുട്ടനാടിനെയാണ്. എല്ലാ വർഷവും കൃഷി ചെയ്യണമെന്ന വ്യവസ്ഥ വന്നു. പഴനിലമിടുന്നത് കുറ്റകരമായി. പുതിയ സമ്പ്രദായം പ്രചരിപ്പിക്കുവാൻ ഒരു ആനുകൂല്യം കൂടി പ്രഖ്യാപിച്ചു: പമ്പിംഗ് സബ്സിഡി. വെള്ളം വറ്റിച്ച് കൃഷി ചെയ്യുന്ന നാടിനെ പാട്ടിലാക്കാൻ പറ്റിയ അടവ്. കൃഷി ചെയ്യാൻ വെള്ളം വറ്റിക്കുന്നതിനുള്ള ചിലവിന്റെ 1/3 സർക്കാർ വഹിക്കുക എന്നതത്രേ ഈ ആനുകൂല്യത്തിന്റെ പൊരുൾ. കുട്ടനാട് പരീക്ഷണശാലയും നാട്ടുകാർ ഗിനിപ്പന്നികളുമായതും ഇതോടെയാണ്. കൃഷി വർഷം തോറുമായപ്പോൾ മണ്ണിന്റെ ഫലഭൂയിഷ്ടി കുറഞ്ഞ് രാസവളത്തിന്റെ ഉപയോഗം അവിടെ തുടങ്ങി. ചാണകം, എല്ലുപൊടി, പിണ്ണാക്ക്, ചാരം എന്നിവയായിരുന്നു ആദ്യകാലത്തെ വളങ്ങൾ. വാർഷിക കൃഷി നിർബന്ധമാക്കിയതിനു പുറമെ സർക്കാർ മറ്റൊന്നുകൂടി ചെയ്തു: അത്യുൽപാദന ശേഷിയുള്ള നെൽവിത്ത് ആവിഷ്കരിച്ചു. കുട്ടനാടിനിണങ്ങുന്ന നെൽവിത്തുകൾ ആവിഷ്കരിക്കുവാൻ 1940ൽ മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രവും ആരംഭിച്ചു. മങ്കൊമ്പ് കാർഷിക ഗവേഷണ കേന്ദ്രത്തിന്റെ പരീക്ഷണങ്ങൾ നീണ്ടുപോയപ്പോൾ ചൈന, തായ്വാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ സർക്കാർ ഇറക്കുമതി ചെയ്തു. അതിഗ്ര, PTB ടൺ, PTB4, PTB22 തുടങ്ങിയ വിത്തനങ്ങൾ വിളവ് ഇരട്ടിയാക്കാൻ കുട്ടനാടൻ വയലുകളിലേക്ക് വന്നിറങ്ങി. അന്നുവരെ ഉപയോഗിച്ചിരുന്ന ചെമ്പാവ്, കുളപ്പാല, കൊച്ചുവിത്ത്, കരിവെണ്ണ തുടങ്ങിയ വിത്തുകൾക്ക് 10 വിളവാണ് ലഭിച്ചിരുന്നത്. അതായത് ഒരു പറ നിലത്തിൽ നിന്ന് 10 പറ കൊയ്യാം. എന്നാൽ വന്നിറങ്ങിയ പുതിയ വിത്തുകൾക്ക് 20 വിളവ് ലഭിച്ചു. 1963-ലെത്തിയ തൈനാൻ, തൈച്ചോങ്, അയ്യാറട്ട്, ജയ തുടങ്ങിയ വിത്തുകൾക്ക് 30 വിളവും ലഭിച്ചു. മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം സ്വന്തമായി ആദ്യത്തെ വിത്ത് ഉൽപ്പാദിപ്പിക്കുന്നത് 1978ലാണ്. 38 വർഷത്തെ ഗവേഷണ ഫലം ഭദ്ര. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ രാസവളത്തിന്റെയും കീടനാശിനിയുടെയും വിഷഭൂമിയാക്കി കുട്ടനാടിനെ മാറ്റുകയായിരുന്നു. വിത്തുഗുണം 10 ഗുണം എന്നല്ലാതെ എന്തു പറയാൻ. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട അനുബന്ധ വാർത്തകൾ അടുത്ത ദിവസം KCV സംപ്രേഷണം ചെയ്യും. ക്യാമറാമാൻ മർഡോണ വർഗീസിനൊപ്പം ഹരീഷ് കൃഷ്ണൻ, KCV വാർത്തകൾ. നിർമ്മാണം പൂർത്തിയായി 6 മാസം തികയും മുൻപ് നീരേറ്റുപുറം എടത്വാ റോഡ് തകർന്നു. നിർമ്മാണത്തിലെ അപാകതയാണ് റോഡ് തകരുവാൻ കാരണമായതെന്ന് പ്രദേശവാസികൾ കുറ്റപ്പെടുത്തി. കേട്ടുമടുത്ത വാക്കുകളും കണ്ടുമടുത്ത ദൃശ്യങ്ങളാണെന്നും ഞങ്ങൾക്കറിയാം. പക്ഷേ അധികാരികൾ ഇവയൊന്നും ചെവിക്കൊണ്ടില്ലെങ്കിൽ എന്തു ചെയ്യാനാകും? അമ്പലപ്പുഴ തിരുവല്ല റോഡിന്റെ അവസ്ഥ കണ്ടു നോക്കുക. റോഡ് നിർമ്മാണം പൂർത്തിയാക്കി 6 മാസം തികയും മുമ്പേ ഇത് കുളമായിരിക്കുകയാണ്. നീരേറ്റുപുറം മുതൽ എടത്വ വരെയുള്ള 7 കിലോമീറ്റർ റോഡാണ് ഇത്തരത്തിൽ പൂർണ്ണമായും തകർന്നു കിടക്കുന്നത്. ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ നടത്തിയ സമരത്തിന്റെ ഭാഗമായിട്ടാണ് എടത്വ നീരേറ്റുപുറം റോഡ് ടാർ ചെയ്തത്. എന്നാൽ ടാറിംഗ് പൂർത്തിയാക്കി 6 മാസം പൂർത്തിയാവുന്നതിന് മുമ്പ് തന്നെ റോഡിന്റെ പല ഭാഗങ്ങളിലും വലിയ കുഴികളാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ഇത് ഇരുചക്ര വാഹന യാത്രക്കാർക്ക് അപകടക്കണിയായി മാറിയിരിക്കുകയാണ്. റോഡ് ഇത്ര വേഗം തകരുവാൻ കാരണമായത് നിർമ്മാണത്തിലെ അഴിമതി മൂലമാണെന്ന് ആക്ഷേപം ഉയർന്നിട്ടുണ്ട്.
പണ്ടേ ദുർബല ഇപ്പോൾ ഗർഭിണി എന്ന അവസ്ഥയാണ് എടത്വ നീരേറ്റുപുറം റോഡിൻ്റേത്. വെള്ളം പൊങ്ങിയതോടുകൂടി റോഡ് കുളങ്ങളെക്കാൾ കഷ്ടത്തിലായിരിക്കുകയാണ്. റോഡിന്റെ സംരക്ഷണത്തിനും യാത്രക്കാരുടെ സുരക്ഷയ്ക്കുമായി ഹൈക്കോടതിക്ക് പോലും ഇടപെടേണ്ട അവസ്ഥയായിരിക്കുകയാണ്. ക്യാമറമാൻ ജിമ്മിച്ചനൊപ്പം സാനു, KCB ന്യൂസ്. ദളിത് ക്രൈസ്തവരെ പട്ടികജാതി ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന അവകാശ പ്രഖ്യാപന റാലിക്ക് മുന്നോടിയായി സംഘടിപ്പിച്ച വാഹന പ്രചരണ ജാഥയ്ക്ക് തുടക്കമായി. ചങ്ങനാശ്ശേരി ബിഷപ്പ് ഹൌസിൽ നിന്ന് ആരംഭിച്ച പ്രചരണ ജാഥ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം ഉദ്ഘാടനം ചെയ്തു. നീതി ന്യായ ആചരണത്തിന്റെ പ്രസക്തിയും അതിന്റെ ഗൗരവവും ഇനിയും പൊതുജനം, പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹം മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഏറെ മഹനീയമായ ശ്രേഷ്ഠമായ എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും നീതിയും സമത്വവും സ്വാതന്ത്ര്യവും ഉറപ്പുവരുത്തുന്ന ഭരണഘടന നമുക്ക് അഭിമാനമാണ്. എന്നാൽ ഈ ഭരണഘടനയുടെ ഉള്ളടക്കത്തിനും ചൈതന്യത്തിനും നിരക്കാത്ത രീതിയിലുള്ള മതവിവേചനം ഇന്ത്യയിൽ ഇന്ന് നടക്കുന്നു എന്നുള്ളത് നമുക്ക് ഒരിക്കലും നീതീകരിക്കുവാൻ സാധിക്കുകയില്ല. വികാരി ജനറൽ ജോസഫ് മുണ്ടകത്തിൽ, ഫാദർ ടോം പുത്തൻകടർ, ഫാദർ ബെന്നി കുഴിയടി, പ്രൊഫസർ JC മാടപ്പാട്ട്, ഔസേപ്പച്ചൻ ചെറുകാട്, ലാലി ഇളപ്പൂങ്കൽ, CC കുഞ്ഞുകുഞ്ഞ്, ജെയിംസ് ഇളവുങ്കൽ, സൈബി അക്കര തുടങ്ങിയവർ സംസാരിച്ചു. സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് സ്കൂളുകളിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു. ഇന്ത്യയുടെ ചരിത്രത്തെക്കുറിച്ചും സ്വാതന്ത്ര്യ സമര സേനാനികളെക്കുറിച്ചും കുട്ടികൾക്ക് ക്ലാസുകളും നടത്തി. രാമങ്കരി ഗവൺമെന്റ് LP സ്കൂളിലെ ആഘോഷ പരിപാടികൾ AEO KV രാജൻ പതാക ഉയർത്തിയതോടെ ആരംഭിച്ചു. സ്വാതന്ത്ര്യദിനാഘോഷം PT ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. VV എൽസമ്മ, സിന്ധു M, ഷാംലി ആന്റണി, സോണിയ തുടങ്ങിയവർ സംസാരിച്ചു. ഉത്സാഹത്തിന്റെയും സന്തോഷത്തിന്റെയും ദിനമാണ്. 1947 ആഗസ്റ്റ് മാസം 14-ാം തീയതി അർദ്ധരാത്രിക്ക് ഇന്ത്യൻ യൂണിയൻ എന്നും പാകിസ്ഥാൻ എന്നും രണ്ട് രാജ്യങ്ങൾ സ്വാതന്ത്ര്യം പ്രാപിച്ചു. അതിലൊന്ന് നമ്മുടെ ഇന്ത്യ മഹാരാജ്യമാണ്. 67 വർഷം കഴിഞ്ഞു. 68ാമത് സ്വാതന്ത്ര്യദിനം നമ്മൾ ആഘോഷിക്കുകയാണ്. അതിനു മുമ്പ് 1600-ൽ ഇംഗ്ലീഷുകാർ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിക്കുകയും ഇംഗ്ലീഷുകാരും അതുപോലെ തന്നെ 1602-ൽ ഡച്ചുകാരും മിത്രക്കരി സെന്റ് സേവിയേഴ്സ് ഹൈസ്കൂളിൽ 68ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷം സംഘടിപ്പിച്ചു. വിദ്യാലയത്തിലെ സ്കൌട്ട്, റെഡ് ക്രോസ് സംഘടനകളുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ദിനാചരണം നടന്നത്. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ചിത്രങ്ങൾ കൊളാഷ് രൂപത്തിൽ ഇന്ത്യയുടെ മാതൃകയിൽ പ്രദർശിപ്പിച്ചു. വിദ്യാലയ അങ്കണത്തിൽ നടന്ന സ്വാതന്ത്ര്യ ദിന സമ്മേളനം സ്കൂൾ മാനേജർ ഫാദർ മാർട്ടിൻ തൈപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. തോമസ് കുട്ടി മാത്യു, KK കൃഷ്ണൻകുട്ടി, സിസ്റ്റർ വിനീത, MC മാത്യു, ജോസുകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. സെന്റ് തോമസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി. രാവിലെ 8:30 സ്കൂൾ അങ്കണത്തിൽ നിന്നും ആരംഭിച്ച ലഹരി വിരുദ്ധ റാലി ചക്കുളത്തുകാവ് ക്ഷേത്ര ജംഗ്ഷനിൽ സമാപിച്ചു. तिरंगा प्यारा झंडा ऊंचा रखे हमारा. തുടർന്ന് കുട്ടികൾ മയക്കുമരുന്നിനെതിരെയുള്ള ബോധവൽക്കരണ ക്ലാസും ലഘുലേഖകളും വിതരണം ചെയ്തു. ഇനിയൊരു ഇടവേള. KCB വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ. ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി, സംശുദ്ധിയുടെ അരനൂറ്റാണ്ടുകാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല.
ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കുമല്ലേ? അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ, പിന്നെന്താ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമല്ല, 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലക്കൽ പ്രിൻസ് ജ്വല്ലറിയാണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജ്വല്ലറി, മുല്ലക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. മങ്കൊമ്പ് ജംഗ്ഷന് സമീപം വെള്ളക്കെട്ട് ഒഴിവാക്കുവാൻ സ്ഥാപിച്ച മുട്ട് പൊളിച്ചപ്പോൾ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് ചെളിക്കുളമായി. വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന അവസ്ഥയാണ് മങ്കൊമ്പിലേത്. വെള്ളപ്പൊക്കത്തെ തുടർന്ന് വെള്ളം റോഡിലൂടെ സമീപത്തെ പാടശേഖരത്തേക്ക് ഒഴുകുന്നത് തടയുവാൻ വേണ്ടിയാണ് ഇവിടെ പാടശേഖര സമിതി മുട്ട് നിർമ്മിച്ചത്. വെള്ളമിറങ്ങി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും മുട്ട് പൊളിച്ചു നീക്കാൻ തയ്യാറാവാത്തതിനെ തുടർന്ന് വ്യാപാരികൾ പ്രതിഷേധത്തിലായിരുന്നു. പ്രതിഷേധത്തെ തുടർന്ന് വെള്ളിയാഴ്ച JCB ഉപയോഗിച്ച് മുട്ട് പൊളിച്ചെങ്കിലും ചെളി റോഡിൽ ഉടനീളം വീണത് കാൽനട യാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ബുദ്ധിമുട്ടായി. ഇതിനെ തുടർന്ന് ഫയർഫോഴ്സ് എത്തി ചെളി വെള്ളം ഉപയോഗിച്ച് നീക്കം ചെയ്തു. കനഗിരി തോട്ടുവാത്തല ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ 68ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷവും സ്കോളർഷിപ്പ് വിതരണവും നടത്തി. ഗ്രന്ഥശാല ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് കുട്ടനാട് താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി KG മോഹനൻപിള്ള ഉദ്ഘാടനം ചെയ്തു. തോട്ടുവാത്തല ഗ്രന്ഥശാല പ്രസിഡന്റ് CM പൊന്നപ്പൻ അധ്യക്ഷനായി. തുടർന്ന് SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് സ്വാതന്ത്ര്യ സമര സേനാനിയായ കൈനഗിരി ബേബി സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്തു. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിസ്തൂലമായ സേവനം ചെയ്ത തോമസ് വർഗീസിനെ ചടങ്ങിൽ ആദരിച്ചു. PP മനോഹരൻ, SD രവി, KT സുഗതപ്പൻ, ശരത് ചന്ദ്രൻ പേരകത്ത് എന്നിവർ സംസാരിച്ചു. തുടർന്ന് വഞ്ചിപ്പാട്ട് നടന്നു. അറുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് എടത്വ ഗവൺമെന്റ് ആശുപത്രിയിലെ രോഗികൾക്കും അന്തേവാസികൾക്കും വിവേകാനന്ദ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ പായസ വിതരണം നടത്തി. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാം പായസ വിതരണം ഉദ്ഘാടനം ചെയ്തു. മതങ്ങളുടെ സമന്വയമാണ് ഒരു രാജ്യത്തിന്റെ പുരോഗതിക്കുണ്ടെങ്കിൽ ആ ഒരു സമന്വയത്തിന് വേണ്ടി, സമവായത്തിന് വേണ്ടിയാണ് കടമെടുക്കുവാൻ ഞാൻ തയ്യാറാണ് എന്നുള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് വലിയ പ്രതീക്ഷ നമുക്ക് നൽകുന്നു. അങ്ങനെ ഒത്തിരി കാര്യം ഞാൻ പറയുന്നത്, മറ്റുള്ള ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ തലയുയർത്തിപ്പിച്ച് നിൽക്കുവാൻ നമ്മുടെ ചെറിയ സഞ്ചയമൊന്നുമില്ല. 120 കോടി ജനതയെന്ന് പറയുന്നത് ഭാഷയുടെ പേരിൽ, ജാതിയുടെ പേരിൽ, ഉപജാതിയുടെ പേരിൽ, സംസ്ഥാനങ്ങളുടെ പേരിലൊക്കെ തന്നെ വലിയ അന്തരമുണ്ടെങ്കിൽ പോലും ആ 120 കോടി ജനതയെയും ഒരുമിപ്പിക്കുന്ന വലിയൊരു വികാരം, ഞാൻ ഇന്ത്യക്കാരനാണെന്നുള്ള വലിയൊരു വികാരമാണ് നമ്മൾ നിലനിർത്തിക്കൊണ്ടുപോകുന്നത്. എടത്വ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KL ബിന്ദു അധ്യക്ഷത വഹിച്ചു. സജി ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. ട്രസ്റ്റ് ഭാരവാഹികളായ സുരേഷ് തട്ടേങ്ങാട്ട്, രഞ്ജിത്ത് തായങ്കരി, K സതീഷ് കുമാർ, KK കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു.
ജവഹർ ബാലജനവേദി ചങ്ങനാശ്ശേരി ഈസ്റ്റ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുട്ടികളുടെ സ്വാതന്ത്ര്യദിന സംഗമം നടന്നു. ചങ്ങനാശ്ശേരി പെരുന്ന കോൺഗ്രസ് ഹൌസിൽ വെച്ച് നടന്ന സ്വാതന്ത്ര്യദിന സംഗമം ചങ്ങനാശ്ശേരി നഗരസഭാ അധ്യക്ഷ സ്മിത ജയകുമാർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ദേശത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് അഹോരാത്രം പോരാടി അഹിംസ എന്ന തത്വത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നമുക്ക് ഭാരതത്തിന് സ്വാതന്ത്ര്യം നേടിയെടുത്തിരിക്കുകയാണ്. നാം ഇന്ന് ചിന്തിക്കേണ്ടത് സ്വതന്ത്ര രാജ്യമായ ഇന്ത്യക്ക് സ്വാതന്ത്ര്യത്തോടെ നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. നമ്മുടെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ മൂല്യബോധമുള്ള കുട്ടികളായും സഹോദരങ്ങളെ സ്നേഹിക്കുന്നവരായും അതുപോലെ തന്നെ നമ്മളുടെ നാടിനും നമുക്കും നമ്മുടെ കുടുംബത്തിനും എല്ലാം ഗുണകരമായ പ്രവൃത്തികൾ ചെയ്ത് മുമ്പോട്ട് ഉള്ള ജീവിതത്തിൽ ശ്രേഷ്ഠമായൊരു ഭാരതം നമ്മൾ മുമ്പിൽ കണ്ടുകൊണ്ട് വേണം ജീവിക്കുക. ഇന്ന് കുട്ടികൾക്കുള്ള ഈ സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ എടുത്തു പറയേണ്ടത് ഏറ്റവും പ്രധാനമായ സന്ദേശം മൂല്യബോധമുള്ള സൽസ്വഭാവമുള്ള സ്വജനങ്ങളെ സഹോദരങ്ങളെ എല്ലാം സ്നേഹിക്കാൻ മനസ്സുള്ള കുഞ്ഞുങ്ങളായി വളരുക എന്നുള്ളതാണ്. DCC ജനറൽ സെക്രട്ടറി KJ ജെയിംസ് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. ജവഹർ ബാലഭവൻ ഈസ്റ്റ് ബ്ലോക്ക് ചെയർമാൻ സജാദ് MA അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പുഷ്പ ലിജോ, PH നാസർ, M ഗോപാലകൃഷ്ണപിള്ള, KA ജോസഫ്, മെൽവിൻ മാത്യു, ഡെന്നിസ് ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു. കുട്ടനാട് ലയൺസ് ക്ലബ് നേതൃത്വത്തിൽ 68ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് ഷിബു മണല പതാക ഉയർത്തിയതോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. കുഞ്ഞപ്പൻ മുണ്ടയ്ക്കൽ, ജേക്കബ് സാൻഡൽ മുളമൂട്ടിൽ, അഡ്വക്കേറ്റ് സുധീപ്, ജോസി കണ്ടത്തിൽ പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടനാടിനെ സംബന്ധിച്ചും പ്രത്യേകിച്ച് വലിയൊരു കാലവർഷക്കെടുതി അനുഭവപ്പെട്ടിരിക്കുന്ന സമയത്താണ്. ഇപ്പോൾ AC റോഡ് വഴി ബ്ലോക്കിലാണ്. എങ്കിൽ പോലും അതെല്ലാം അവഗണിച്ച് ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും പൊതുസ്ഥാപനങ്ങളിലും ക്ലബ് അംഗങ്ങളെ ബാക്കി മതസ്ഥാപനങ്ങളെ എല്ലാവരും 68ാം ഇന്ത്യൻ സ്വാതന്ത്ര്യദിനം വളരെ ഭംഗിയായി ആഘോഷിക്കുന്നു എന്നുള്ളത് തന്നെ. എക്സ് സർവീസ്മെൻ ചമ്പക്കുളം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ 68ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷത്തോടനുബന്ധിച്ച് വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു. പ്രസിഡന്റ് അപ്പച്ചൻ പതാക ഉയർത്തി. VN പിള്ള തുടങ്ങിയവർ സംസാരിച്ചു. ജീവിതം രാഷ്ട്രത്തിനായി അർപ്പിച്ച് ജീവിച്ച നിരവധി പൂർവ്വ സൈനികർ പരിപാടിയിൽ പങ്കെടുത്തു. ഇനി ചരമവാർത്തകൾ. മങ്കൊമ്പ് തെക്കേക്കര കൊച്ചുപറമ്പിൽ ദിവാകരൻ നിര്യാതനായി. 65 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. മുട്ടാർ പൂയപ്പള്ളിൽ മാത്യു ജോസഫ് നിര്യാതനായി. 94 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച 2-ന് മുട്ടാർ സെന്റ് ജോർജ് ദേവാലയ സെമിത്തേരിയിൽ. തിരുവല്ല വെമ്പാല മുളവേലിൽ യോഹന്നാൻ തോമസ് നിര്യാതനായി. 79 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പെറ്റമ്മയും പിറന്ന നാടും ജീവനേക്കാൾ വിലപിടിപ്പുള്ള സ്വത്തുക്കൾ. ഭാരതത്തിന്റെ 68ാം സ്വാതന്ത്ര്യ ദിനത്തിൽ രാജ്യത്തിനായി ജീവനും ചോരയും നൽകിയ രക്തസാക്ഷികൾക്ക് KCVയുടെ ഓർമ്മച്ചിട്ടുകൾ. സ്വാതന്ത്ര്യദിനത്തിലും അധികാരികളുടെ തലതിരിഞ്ഞ ഉദാസീനതയിൽ പ്രതിഷേധിച്ച് പിക്കറ്റും ധർണയും. കലി രാഷ്ട്രപിതാവിനോടാണെങ്കിൽ ശിക്ഷ ചാട്ടവാറിനടിയോ അതിനപ്പുറമോ. ഒരു പുരുഷായുസ് മുഴുവൻ രാഷ്ട്രത്തിനായി സമർപ്പിച്ച രാഷ്ട്രപിതാവിനെ അധിക്ഷേപിച്ചവർക്ക് മാപ്പില്ലെന്ന് അഡ്വക്കേറ്റ് അനിൽ ബോസ്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.